നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സന്തോഷമായോ എന്തോ. അതല്ല, ഇതൊക്കെയാണ് നമ്മുടെ ലോകം എന്ന് പറയാം. കാരണം ചികിത്സയും കാര്യങ്ങളൊക്കെ എടുത്ത് മിക്കവാറും ഡോക്ടർമാർ 3 മണിക്ക് പോകും. അവർ 9 തൊട്ട് 3 മണി വരെയാണ്. 3 മണിക്ക് തന്നെ അവരില്ല എന്ന് പറയും. അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഒരു ഡോക്ടർമാർ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നാട്ടിലെല്ലാം പശുക്കൾ വരും. പശുക്കളും വരുമ്പോൾ അവർക്ക് നായ്ക്കളെ കാര്യം ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല. പിന്നെ സമയം കിട്ടുന്നവർ നോക്കൂല. ഈ നായ്ക്കളെ തൊടാൻ അറക്കണ ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട്. ഉണ്ടല്ലേ? അവർ തൊടില്ല. ഒരുപാട് പരാതി ഉണ്ട് അവരുടെ പേരിൽ. പരാതി ഉണ്ട്. അവരങ്ങനെ നായ്ക്കളെ തൊടില്ല. ഇപ്പൊ ഇവര് കൊണ്ട് കാണിച്ച ഡോക്ടർ എന്താ പറഞ്ഞാൽ ചാവെന്ന് പറഞ്ഞു. അവർ ഉടനടി പറഞ്ഞു. അത് ചോദിച്ചോളൂ. അവര് പറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങള് ഫസ്റ്റ് പോയത് ഷൊർണൂരിക്കാണ്. ഷൊർണൂർ പോയപ്പോ അവിടെ ഡോക്ടർ ഇല്ല. രണ്ടാമത് ഞങ്ങള് അവിടുന്ന് ഷൊർണൂരിന് ഒരു വേദനയുടെ ഇഞ്ചക്ഷൻ അവർ അടിച്ചു. രണ്ടാമത് ചെറുതുരുത്തി പോയി. ചെറുതുരുത്തി പോയപ്പോൾ ഡോക്ടർ വേഗം വന്നു, കാര്യങ്ങൾ നോക്കി, ഇഞ്ചക്ഷൻ കുത്തി. പിന്നെ ബ്ലഡ് ഇത് ഗ്ലൂക്കോസ് കയറ്റുമ്പോൾ ബ്ലഡ് പുറത്തേക്ക് ഇതാവണില്ല. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇതിപ്പോ അവരുടെ അടുത്ത് സിറ്റുവേഷൻ വിളിച്ച് പറഞ്ഞോളൂ. ഇത് 99% മരിച്ചു. എന്റെ കൂടെ വായു ഞാൻ കാണിച്ചുതരാം. 99% മരിച്ചു പോകും. അതിനൊന്നും പറ്റില്ല. ഒരു പെട്ടിയിലിട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചോളും പറഞ്ഞു. മരിക്കണ വരെ. ട്രീറ്റ്മെന്റ് അതിനുള്ള സമയം ഇല്ലെന്ന് പറഞ്ഞു. അതെ, മണ്ണുത്തി കൊണ്ടു തൃശ്ശൂരുണ്ടോ അല്ലേ? ഇതിനെ ചികിത്സിക്കാനുള്ള സജ്ജീകരണം ഈ പറഞ്ഞ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഇല്ല എന്നാ പറയണല്ലേ? അപ്പൊ ഞങ്ങൾക്ക് പ്രതിഭയുടെ നമ്പർ നമ്മുടെ ഫ്രണ്ട്സ് വഴി കിട്ടി. പ്രതിഭനെ വിളിച്ച് കാര്യം പറഞ്ഞു. പ്രതിഭട്ട ഇങ്ങനെ മരിക്കുന്ന പറയുന്നത് പറഞ്ഞല്ലേ? കൊണ്ടുപോകല്ലേ? നമുക്ക് കൂടെ വരാൻ പറ്റുമോ? പറയില്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഇന്നലെ കൊണ്ടുവന്നാ എത്ര ദയനീയമാണല്ലേ ഈ നായ്ക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാല്. ആ 2 ചെറുപ്പക്കാര് അവരത്രയും ഷൊർണൂരുള്ളവരാണ്. ആ ഷൊർണൂരിൽ നിന്ന് അവര് അവിടെയുള്ള ഹോസ്പിറ്റൽ ഡോക്ടർമാരെയും മറ്റും വിശ്വാസം ഇല്ലാഞ്ഞിട്ട് അവരൊന്ന് പരിശോധിക്കാതെ ജസ്റ്റ് ഒരു ആന്റിബയോട്ടിക് കൊടുത്തിട്ട് അവരപ്പോഴേ നായയുടെ തലവിധി എഴുതി ഇതും മരിക്കുള്ളൂ, എവിടെയെങ്കിലും ഒരു പെട്ടിയിലാക്കി കൊണ്ട് കളഞ്ഞേക്ക്. പക്ഷെ അഭിമാനം തോന്നുന്നു ആ 2 ചെറുപ്പക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. ആ ഗവൺമെന്റ് വെറ്റിനറി ഹോസ്പിറ്റൽ ഡോക്ടർമാർ പറഞ്ഞ പോലെ അവർ ചെയ്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ആ കുഞ്ഞു നായയുടെ വിധി. എന്തു തന്നെയായാലും ആ കുഞ്ഞു നായയുടെ ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. സത്യം പറഞ്ഞ മച്ചാന്മാർ ഇതൊന്നും കണ്ടു നിൽക്കാൻ പോലും നമുക്ക് പറ്റണില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉയിര് പൊക്കോണ്ടിരിക്കണതാണ്. ഡോക്ടർ പറയുന്ന ഒരു 10% മാത്രം രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ആ ഇടിയിൽ തലയുടെ പിറയിൽ തലയുടെ ഭാഗത്തായിട്ടാണ് ക്ഷതം പറ്റിയേക്കണേ. എങ്കിൽ കൂടിയും അവർ പരമാവധി ശ്രമിക്കും, അല്ലെങ്കിൽ പരമാവധി ഇവനെ പഴയ പോലെ ഇവൻ്റെ ജീവിതത്തിലോട്ട് എത്തിക്കാൻ ശ്രമിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സായ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വേണം. അത് പ്രൈവറ്റ് ആയതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയുന്നൊന്നുമല്ല. ഗവൺമെൻറ് ഡോക്ടേഴ്സിനെ പറ്റി നമ്മൾ നേരത്തെ കേട്ടായിരുന്നല്ലോ 2 ചെറുപ്പക്കാർ പറഞ്ഞത് ഏത് രീതിയിലാണെന്ന്. ഇവിടുത്തെ ഡോക്ടർമാർ മാത്രമല്ല, നേഴ്സുമാരാണെങ്കിലും ബാക്കിയുള്ള സ്റ്റാഫ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട്. വൈദ്യുത ടേസ്റ്റ് ഉണ്ടാകാം, പക്ഷെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. സംബന്ധമായ പ്രശ്നമല്ല. ഇത് നമ്മളൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് പോയിട്ട് തീറ്റി ഇഞ്ചക്ഷൻ എടുക്കാറുള്ളത്? അത് ഈ അസുഖം വരാതിരിക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കിടക്കും. അപ്പൊ കുറച്ച് IV കണക്ട് ചെയ്യാം, നമുക്ക് ആന്റിബയോട്ടിക് ഈ തലക്കടി പറ്റിയത് ഇപ്പൊ തളർന്നു വിഷം കുറ്റിനാവും ഇല്ലെന്ന്. ഇത് ടെറ്റനസ് ആണ്. ഞാനത് ഒരു സാധനം കൂടെ പറഞ്ഞുതരാം. ഇത് ഇവിടെ അല്ലല്ലേ ഈ ഇതിൻ്റെ പിടുത്തണ്ട് ഈ ചെവിയുടെ, അത് ടെറ്റനസിന്റെ ലക്ഷണമാണ്. ഇത് ആക്സിഡന്റ് സംഭവങ്ങളുണ്ട്. ടെറ്റനസിന്റെ സാധനം റാബീസിന് ടെമ്പറേച്ചർ വരില്ല.
ടെറ്റനസിനാണ് ടെമ്പറേച്ചർ വരുന്നത്. റാബിസിന്റെ 100 എത്രയായിരുന്നു? 106 കണക്ട് ചെയ്യാം. ഇവന്റെ ഷോട് വരികയോ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവല്ലേ? 10%. അതല്ലേ അവരോട് വണ്ടി അടിച്ചാണ് വന്നത്. മൊത്തം പോയാൽ ബലം പിടിച്ചു. വിഷം കൊടുത്താൽ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കാറുണ്ട്. അത് കാഞ്ഞിരത്തിന്റെ വിഷം. അതിന് ഇങ്ങനെയല്ല, അതൊരു ശിവലിംഗം. വേറെ ബ്ലാക്ക് പോലെ അത് മറ്റൊരെടുക്കല്ലേ മറ്റൊരു മതി. ഇതാണ് നമ്മുടെ ചക്കൻ ചെറുക്കൻ അല്ലേ? അവൻ ഇന്നലെ കൊണ്ടുവന്നല്ലേ അവനെ? മലപ്പുറത്ത് കൊണ്ടുവന്ന രാത്രി. അയ്യോടാ എന്താ കുറച്ച് ദിവസമായിട്ട് ഇന്നലെ കൊണ്ടുവന്നു. ഇത് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് തട്ടിയിട്ട് ഈ സൈഡ് പാരലൈസ്ഡ് ആയി. എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് അവിടെ പൊട്ടിയിരിക്കുന്ന ഡ്രാഗ് ചെയ്ത് പൊട്ടിയിരിക്കുന്ന ഇവൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്. ഒരു വണ്ടി തട്ടി അവൻ്റെ കാല് നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. ഒരു സൈഡ് പാരലൈസ്ഡ് ആയി. ഇത് ഈ അടുത്തൊന്നും സംഭവിച്ചല്ല എന്നാണ് പറയുന്നത്. ഒരുപാട് ദിവസമായി ഇവൻ ഈ വേദന സഹിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ മുറിവ് പറ്റിയ ഭാഗത്തിൽ നല്ല രീതിയിൽ തന്നെ പഴുപ്പും അതേപോലെ പുഴുവും മറ്റും സാരമായി ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുക്കൻ്റെ കാലിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ പഴയ പഴുപ്പും മറ്റും എല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് നല്ല നീറ്റായിട്ട് എന്നവന് വേദനിക്കാത്തവണ്ണം നല്ല രീതിയിൽ തന്നെ ബാൻഡേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ് ഇവിടെയാണ് നമ്മൾ ആ മനുഷ്യൻ്റെ മനസ്സ് കാണേണ്ടത്. ഇവരുടെ അടുത്തുള്ള അയൽവക്കക്കാരും പഞ്ചായത്ത് അംഗങ്ങളും ഇവരെല്ലാവരും ഈ പുള്ളീനെ അവഗണിച്ചിട്ടും ഇത്രയും കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടി ഇത്രയെല്ലാം ചെയ്യുന്നത് ആരും കാണാതെ പോകരുത്. അത്രയ്ക്ക് വേദന ഉണ്ടായിട്ടും നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെന്റിനോട്. ഡോഗ്സിന് അതിന് നമ്മൾ തൊടുമ്പോൾ അതിനറിയാം ഈ ടച്ച് എന്താണ്. ഉപദ്രവിക്കാനാണോ, ട്രീറ്റ് ചെയ്യാനാണോ, സന്തോഷിക്കാനാണോ, സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യാം. അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് ചോദിക്കാനുള്ള നമ്മുടെ പ്രദീപേട്ടൻ, ആളെത്ര വർഷമായിട്ട് ഇവിടേക്ക് ഡോഗ്സിനെ കൊണ്ടുണ്ട് കാര്യങ്ങളൊക്കെ? പ്രദീപ് ഇപ്പം 1 വർഷമായിട്ടാണ് ഇവിടെ നമ്മുടെ അടുത്ത് ഷെൽട്ടർ തുടങ്ങിയത്. ആ 1 വർഷം ഇവിടെ വന്ന് ഷെൽട്ടർ തുടങ്ങിയ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ടല്ലേ? എല്ലാ ദിവസവും 5-6 എണ്ണത്തിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് ചിലപ്പം രാത്രി 9-10 മണി വരെയൊക്കെ ഇരുന്ന് ചികിത്സിച്ചിട്ടാണ് പോകുന്നല്ലേ? ഡോക്ടർ, ഏകദേശം ഒരു ആള് കൊണ്ടുവരുന്ന ഡോഗ്സിനൊക്കെ ഏകദേശം എത്രത്തോളം എക്സ്പെൻസ് വരുന്ന മെഡിസിനും ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ? പ്രദീപ് കൊണ്ടുവരുന്ന ഡോഗ്സിന് പൈസ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കാറില്ല. പ്രദീപ് പറയുന്നത് അതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ട്രീറ്റ് ചെയ്യണമെന്നാണ് പ്രദീപ് പറയാറ്. പക്ഷെ നമുക്ക് ഈ പ്രദീപിനെ അറിയാം, പ്രദീപ് കൊണ്ടുവരുന്നത് റെസ്ക്യൂഡ് ആയിട്ടുള്ള ഡോഗ്സിനെയാണെന്ന് അറിയാം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന അത്രയും ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. അത്ര കുറച്ചിട്ട് പോലും പ്രദീപിന് ഒരു 60,000-70,000 രൂപ ഇതിന്റെ ട്രീറ്റ്മെന്റിന് മാത്രമായിട്ട് ചെലവാകുന്നുണ്ടല്ലോ. കാരണം എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 6-7 വരും. ഈ ടിക് ഫീവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് മെഡിസിന് തന്നെ അത്യാവശ്യം നല്ല പൈസയാവും, എമൗണ്ട് ആവും അല്ലേ? അങ്ങനെ എന്തായാലും എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും ചികിത്സ മുടക്കണില്ല. ആ കാര്യത്തിൽ അത് നമ്മൾ ഉറപ്പാണ്. ഇവിടെ എത്ര സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്?
ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ആണല്ലേ. അപ്പൊ നമുക്ക് 2 ഡോക്ടേഴ്സ് ഫുൾ ടൈം ആയിട്ടുണ്ട്, 24 hours. ഹോളിഡേയ്സിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് സർജൻസ് വരും, 2 സർജൻസ് വരും. അവരാണ് സർജറീസും മറ്റു കാര്യങ്ങളും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടെ തന്നെ ആയിരിക്കും സർജറി ഇവിടെ നമുക്ക് ഫുൾ സെറ്റ് ആയിട്ടുള്ള സർജറി റൂം, അനസ്തീഷ്യ മെഷീൻ അടക്കമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുപോലെ അൾട്രാസൗണ്ട് സ്കാനിങ്, ഹെമറ്റോളജി അനലൈസർ, അങ്ങനെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ എക്സ്റേ മെഷീൻ ഒഴിച്ച് നമുക്ക് വെറ്ററിനറി ഫീൽഡിൽ ഉള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മുടെ കയ്യിലാണ്. അത് നമ്മൾ അങ്ങനെ ഒരു എറണാകുളത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൗണിലോ ഉള്ള ഹോസ്പിറ്റൽസ് ചാർജ് ചെയ്യുന്നതിന്റെ നേരെ പകുതി റേറ്റ് പോലും ചാർജ് ചെയ്യാതെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഈ കറക്റ്റ് ലൊക്കേഷൻ ആൾക്കാർക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടിട്ട് മനസ്സിലാവും. ഹോസ്പിറ്റല് പഴയന്നൂർ ആണ് ഉള്ളത്. പഴയന്നൂര് നമ്മളുടെ ഭഗവതി ക്ഷേത്രമുണ്ട്, വളരെ പ്രശസ്തമായ ഭഗവതി ക്ഷേത്രമാണ്. അത് എന്താ പറയാ, ഞങ്ങളുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. കാരണം അവിടെ ഏറ്റവും വലിയ വഴിപാട് കോഴികളാണ്. കോഴിയമ്പലം എന്നാണ് അറിയപ്പെടുന്നത്. ആ കോഴിയമ്പലത്തിന്റെ അവിടെ നിന്ന് ഇളനാട്ടിലേക്ക് പോകുന്ന വഴിയില് 800 മീറ്റർ ആണ്. 800 മീറ്റർ വരുമ്പോൾ നമ്മുടെ ബോർഡുണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഫുൾ ടൈം എല്ലാ സ്റ്റാഫും ഉണ്ടാവും. 9 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി കേസസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ, സർജൻസിനെ. താങ്ക് യു ഡോക്ടർ. അങ്ങനെ മച്ചാന്മാരെ നമ്മളിവിടെ 2 പേരെ അഡ്മിറ്റ് ചെയ്തു. നമ്മളിനി നേരെ പോകാൻ പോകുന്നത് നമ്മുടെ പ്രദീപേട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഏകദേശം ഒരു 100-150 ഡോഗ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നേരെ പ്രദീപേട്ടൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടുത്തെ വിശേഷവും നമുക്ക് അവിടുത്തെ നായ്ക്കളെയും പ്രദീപേട്ടൻ്റെ അമ്മേനെയും എല്ലാവരെയും ഒന്ന് നമുക്ക് കാണാം. കടിയൊന്നും വാങ്ങില്ലേ? കടിക്കൂലേ? കടാണോ? എൻ്റെ മച്ചാന്മാരെ സത്യം പറഞ്ഞ കിളി പോയിരിക്കണാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഷെൽട്ടറിൽ ഉണ്ടായിരുന്നേക്കാളും കുറച്ചുകൂടെ ഒരുപാട് ഡോഗ്സ് ഉള്ളതായിട്ട് തോന്നി. വീടെത്തിയപ്പോൾ നല്ല രീതിയിൽ തന്നെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയില്ല കേട്ടോ. ഇത്രയും ഡോഗ്സ് ഉണ്ടായിട്ട് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഹൈജീനിക് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അത് മാത്രമല്ല ഇത്രയും ഡോഗ്സ് ഉണ്ടായിട്ട് അവരങ്ങോട്ടോ ഇങ്ങോട്ടോ വഴക്കോ കടിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെയും ഉണ്ട് കുറച്ച് അംഗങ്ങൾ കേട്ടോ. കൈക്കും കാലിനും ദേഹത്തിനൊന്നും വയ്യാത്ത അങ്ങനെ കുറച്ച് ഡോഗ്സ്. 50 കിലോടെ ചക്ക. അപ്പോൾ നമ്മളെ കൊണ്ട് തരാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സന്തോഷമായോ എന്തോ? അതല്ലേ, ഒരു ദിവസത്തെ അല്ലേ? ഓക്കെ. അതുപോലെ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. വരട്ടല്ലേ? അങ്ങോട്ട് കൊണ്ടുപോവാം. ഇവിടെ അങ്ങനെ ബിസ്ക്കറ്റ് തന്നെ കൊടുക്കില്ല. അവിടെ കുട്ടികൾക്ക് അപ്പോൾ അത് ഒരുപാട് സാധനങ്ങൾ കൊടുക്കും. ഇതിപ്പോൾ ഒരുപാട് സാധനങ്ങളായിട്ട് വന്നേക്കണത് കണ്ടല്ലേ. അരി ഭക്ഷണമാണ്, ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷം. അങ്ങനെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല. അതെ അല്ലേ. നമ്മള് മാക്സിമം ഈ ചാനൽ കാണുന്നവര് പെട്ടെന്ന് അത്ര എന്താ പറയാ സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുക. വലിയ ഉപകാരമായിരിക്കും അല്ലേ? തീർച്ചയായും ഉപകാരം തന്നെയാണ്. അത്രയും ചെലവുണ്ട് ദിവസം ഉണ്ടല്ലേ. കൊണ്ടാണ് നമുക്ക് പയ്യ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? ഓക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ പ്രദീപേട്ടൻ്റെ അമ്മ. പ്രദീപേട്ടൻ്റെ അമ്മ തന്നെയാണ് വീട്ടിലെ ഡോഗ്സിൻ്റെ കാര്യവും ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കുന്നത്. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവുകയാണ്. സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷമാണ് കേട്ടോ മച്ചാന്മാരെ ഈ ഒരു മൊമെൻ്റ്. ഇവർക്ക് ഒരു ദിവസത്തെ വിശപ്പിനുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഒന്ന് നമ്മളെ കൊണ്ട് കഴിയുവാണെങ്കിൽ ഇനിയും ഈ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ വരും.
ഇവിടെ ഇവരെല്ലാരുമായിട്ട് നല്ല ഹാപ്പിയാണോ? എവിടെ കടി കൂടും, അതെ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കളിക്കുക, കുട്ടികളെ കളിക്കുക. അതെ അവർക്ക് എന്താ പെണ്ടപ്പാ കസാരൊക്കെ നേരം പോണ്ടേ. അതെ അതെ അതെ. അമ്മയുടെ ഒരു ദിവസം ഇവരുടെ കൂടെ അങ്ങ് തീർക്കുമല്ലേ? കാലത്തൊക്കെ കഴിഞ്ഞു, പിന്നെ കുറച്ചേരൊക്കെ പണിപരൊക്കെ കഴിഞ്ഞിട്ടു കഴിഞ്ഞു. ഞങ്ങളുടെ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞ് കുറച്ചേരം കൊടുക്കുന്നു. കുറച്ചേരം രാവിലെ കുറച്ചേരം നാമതിരിച്ച് വൈകുന്നേരം സന്ധ്യക്ക് എല്ലാരും കഴിക്കാ. ഇതൊക്കെയാണ് നമ്മുടെ ലോകം എന്ന് പറയാം. കാരണം ചികിത്സയും കാര്യങ്ങളൊക്കെ എടുത്ത് രാവിലെ വന്നാണ് ഇവർ, അവർക്ക് ഏകദേശം മനസ്സിലായി ദിവസം എന്തൊക്കെ പണിയുണ്ടെന്ന്. ഇനി റെസ്ക്യൂ ബാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലരോട് കൊണ്ടുവരും, ചിലർ ഞാൻ പോയി എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ 5 പേരെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് മുന്നേ റെസ്ക്യൂ തന്നെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ സഹകരണം, എൻ്റെ സഹകരണമല്ല, എല്ലാവരും സഹകരിക്കുക. അതുപോലെ ഈ വീഡിയോയുടെ ഇടയിൽ നെഗറ്റീവ് കമൻറ്റ് പരമാവധി ഒഴിവാക്കുക. ഇത് കുറച്ച് അവരൊക്കെ പാലയെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എടുത്തേക്കുന്നത് ഈ യൂട്യൂബ്മാർ. അപ്പോൾ എല്ലാവരും നെഗറ്റീവ് കമൻറ്റ് ഒഴിവാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല പറ്റും.